ഷാനവാസുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും എന്നേക്കുമായി അവസാനിപ്പിച്ച് അനീഷ്. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ നല്ല. ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. ഇന്നലെ ഷാനവാസ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. ഒരാളെ ചൂസ് ചെയ്യണം. അത് ആരെങ്കിലും അറിയിച്ചിട്ട് അത് നമ്മുടെ കൂടെ നിൽക്കാം, വിശ്വസ്തയായവർ. അപ്പോൾ ലക്ഷ്മിയുടെ പേരാണ് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ അനീഷിനോട് ഷാനവാസ് ഷെയർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഇത് മനസ്സിലൊരു സങ്കടം അനീഷിനുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യവും നിന്നോട് ഷെയർ ചെയ്യും, നീ എന്നോട് ഒരു കാര്യം ഷെയർ ചെയ്യത്തില്ല, നീ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, നിന്നെ വിളിച്ചാൽ നീ അത് ഒച്ച വെച്ച് മറ്റുള്ളവരെ അറിയിക്കും, പിന്നെ നീ അത് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കിതൊന്നും കേൾക്കണ്ട, ഷാനവാസിൻ്റെ പണി നോക്ക് എന്ന് പറയും. സത്യമായ കാര്യമാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ അനീഷ് പറയും ഷാനവാസിൻ്റെ പണി നോക്കുന്നു. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഇല്ല അങ്ങനെയൊന്നും പറയത്തില്ല, ഞാൻ ഗംഭീരമായിട്ട് ഞാനത് ടാസ്ക് ഇത് ചെയ്തേനെ, എന്നിട്ടും ഷാനവാസ് എന്നെ വിളിച്ചില്ല, എനിക്കത് വല്ലാത്ത വിഷമായി പോയി എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഫ്രണ്ട്ഷിപ്പ് ഇനി ഉണ്ടാകത്തില്ല, ഞാൻ ഒരാളെ ഇതുപോലെ വിശ്വസിപ്പിച്ച് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനീഷ്. അതിന് മുന്നേ അനീഷ് ക്യാമറയുടെ മുന്നിൽ പോയി പറയുന്നുണ്ട്, അത് സ്ക്രീൻ സ്പേസിന് വേണ്ടി തന്നെയാണ്, അതിലൊരു സംശയമില്ല. അല്ലെ അവിടെ ഇരുന്ന് ആ ക്യാമറയുടെ തൊട്ട് താഴെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് വന്ന അനീഷ് നമ്മുടെ പലപ്പോഴും പറഞ്ഞു, എനിക്ക് ഗെയിം കളിക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ അനീഷ് ഒരു കാര്യം മനസ്സിലാക്കുക, അനീഷ് ഈ സീസൺ 2 രജിത് സാറിനെ അനുകരിക്കുന്നുണ്ട്. രജിത് സാർ ആ പോയിരുന്ന് ക്യാമറയുടെ മുന്നിൽ പോയിരുന്ന് തന്നെ ഇരുന്ന് പറച്ചിലൊക്കില്ലേ, അതൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. ആ നടപ്പും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ രജിത് സാറിനെയാണ് അനുകരിക്കുന്നത്. ഇതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്നിരുന്നാലും ഷാനവാസുമായിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ട് എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അനീഷ്. ഇതാണ് രണ്ടുപേർക്കും നല്ലത്. ഇവർ രണ്ടുപേരുള്ള ഈ ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് പിണങ്ങും, അത് നമുക്ക് തന്നെ കണ്ടിട്ട് ബോറായി. അതിലും ഇൻഡിവിജ്വലായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഗെയിം കളിക്കട്ടെ, ഒരു പ്രശ്നമില്ലല്ലോ. ഒരുമിച്ച് ഗെയിം കളിക്കട്ടെ, രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല. അല്ലാതെ ഇടയ്ക്ക് ഒന്ന് ഗ്രൂപ്പിൽ പോകും, ഇടയ്ക്ക് രണ്ടുപേരും പിണങ്ങും, പിന്നെയും ഇടങ്ങും. ഇതൊക്കെ മനുഷ്യർക്ക് തന്നെ ബോറായി തുടങ്ങി. അപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.